ഏത് പണക്കാരന്റെ വീട്ടിലും കയറുമല്ലോ, ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കയറുമല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ്, വിളിക്കാതെ തന്നെ വരും സഹോദരാ. മോഡലൊന്നുമില്ല, ഡ്രൈവർ വേണ്ട, പെട്രോള് വേണ്ട, ഡീസല് വേണ്ട. പണക്കാരനും പാവപ്പെട്ടവനും ഒരേ ഒരു മോഡല്. ആ വാഹനം നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്. അതിലേക്ക് നിന്നെ എടുത്തങ്ങ് കിടത്തി കഴിഞ്ഞാൽ 6 പേര് ഉയർത്തുകയാണ്. ആ ജനാസ ചുമലിലേക്ക് കയറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാ. മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ്. എല്ലാവരും കരയുകയാണ്. കണ്ണുനീരിന് വിലയില്ലാത്ത സമയമാ, കണ്ണുനീരിന് വലിയ വിലയില്ലാത്ത സമയമാ. എല്ലാവരും അവിടെ കിടന്ന് കരയുമ്പോ ആ ജനാസ എവിടെന്ന് കൊണ്ടിറങ്ങുകയാണ്. മരിച്ച വീട്ടിൽ വന്ന എല്ലാവരും നിന്റെ കൂടെ വരൂല. ആ മരണ വീട്ടിൽ ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു. എന്നാ ജനാസ പള്ളിയിലേക്ക് കൊണ്ടിറങ്ങുമ്പോ കുറച്ചുപേർ അവരവരുടെ കാര്യം നോക്കി പോവുകയാണ്. കുറച്ചുപേര് മാത്രമാണ് ഈ കാണുന്ന പള്ളിയിലേക്ക് വരുന്നത്. ഈ പള്ളിക്കകത്ത് നിന്റെ ജനാസ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ഉളുവെടുത്ത് എല്ലാവരും നിസ്കരിക്കാൻ കടന്നു വന്നു. ഇമാം അവിടുന്ന് ഉപദേശങ്ങൾ കൊടുത്തു. മയ്യത്ത് നമസ്കാരം തുടരുകയാണ്. സലാം വീട്ടി കഴിയുമ്പോ നിന്റെ ജനാസ ഇവിടുന്ന് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാ, ഖബറിലേക്ക് കൊണ്ടിറങ്ങുകയാണ്. ആ ഖബർസ്ഥാനിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഈ പള്ളിക്കകത്തുണ്ടായിരുന്ന എല്ലാവരും നിന്റെ കൂടെ വരൂല, അവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ്. കുറച്ചു പേര് മാത്രം നിന്റെ കൂടെ പള്ളിപ്പറമ്പിലേക്ക് വരികയാ. നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നു. ആ പുതിയ വീടിനകത്തേക്ക് നിന്റെ ജനാസ ഇറക്കി വെച്ചു. അതാ പലക നിരത്തി മണ്ണിട്ട് കഴിഞ്ഞ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പിടിമണ്ണ് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും കുറച്ചു പേര് പിരിയുകയാ. അവിടെ നിന്നും ജനങ്ങൾ പോവുകയാണ്. പിന്നെ കുറച്ചു പേരാണുള്ളത്. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് നിൽക്കുന്നത്. അവസാനം മണ്ണ് വെട്ടി ഖബറിന്റെ മുകളിലിട്ട് കഴിഞ്ഞു. ചെടികൾ നട്ടു, വെള്ളമൊടിച്ചു, ഫാത്തിഹ ഓതി, ഉസ്താദ് വന്ന സൂറത്ത് ഓതി ദുആ ചെയ്തു. അതാ ഇമാം ദുആ ചെയ്തു കഴിഞ്ഞ പിന്നെ എല്ലാവരും പറയുകയാ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവന്ന് നിന്നെ കുഴിച്ചിട്ടിട്ട് നീ സ്നേഹിച്ചവര് മുഴുവനും പറയുകയാ, മഅസലാമാ മഅസലാമാ. എല്ലാവരും സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമെങ്കിൽ ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ നീ കിടക്കുന്നത് 6 അടി മണ്ണിനകത്താണ്. ആ കുഴിക്കകത്ത് നിന്നെ കൊണ്ടുവന്ന് ഒറ്റക്കടയ്ക്ക് കിടത്തിയിട്ട് നിന്റെ കൂട്ടുകാര് മുഴുവനും പിരിഞ്ഞു പോകുമെങ്കിൽ, എല്ലാവരും അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുമെങ്കിൽ, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും എന്തെല്ലാം നിങ്ങൾ വാങ്ങിക്കൊടുത്തവരാണെങ്കിലും അവരെല്ലാവരും നിന്നെ പള്ളിക്കുടിയിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട്, നിങ്ങൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും, നിങ്ങൾ ഇവിടുത്തെ പള്ളിക്കാട്ടി നോക്കിക്കേ, ഇവിടുത്തെ ഖബർസ്ഥാനി നോക്ക്. ഉസ്താദെ, എൻ്റെ വാപ്പ എനിക്ക് ജീവന, എൻ്റെ ഉമ്മ എനിക്ക് ജീവന. ഏത് വാപ്പാടെ ഖബറിൻ്റെ അടുത്താ മക്കളിരിക്കുന്നേ? ഏത് ഉമ്മയുടെ ഖബറിൻ്റെ അടുക്കലാ മക്കളിരിക്കുന്നേ? ഉസ്താദെ, എൻ്റെ ഭർത്താവില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല, എൻ്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് പറ്റൂല ഉസ്താദെ. ഏത് ഭർത്താവായിരിക്കാം? ഏതു ഭാര്യയാണ് ഭർത്താവിൻ്റെ ഖബറിൻ്റെ ചാരത്തിരിക്കുന്നത്? ഏതു മക്കളായിരിക്ക? ഏത് ചങ്കായിരിക്ക? എൻ്റെ ചങ്കാണെന്ന് പറഞ്ഞ നടന്ന കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ടോ പള്ളിപ്പറമ്പിൽ? ഒരു ദിവസം ഇരിക്കത്തില്ലല്ലോ. ഒരിടോ ഖബറടക്കി കഴിഞ്ഞാൽ ഓടുക. ഖബറടക്കി കഴിഞ്ഞാൽ മക്കൾ ആദ്യം ഓടുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവരെന്താപ്പ ചെയ്യാ? ഈ മക്കളെ ഒന്ന് നോക്കണോ ആരെങ്കിലും? അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് വിടാതിരുന്നാൽ മതി കുട്ടികളെ.
ഉമ്മമാരവരവരുടെ മക്കളെ പിടിച്ചിരുത്തിയാൽ മതി, ഇക്കരയിലേക്ക് വിടരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് നോക്കിക്കേ, ഇവിടെ ഖബറുണ്ടോ സാർ? ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ അവിടെ? ഇവിടെ ഖബറിന്റെ ചാരത്ത് ആരെങ്കിലും ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ആരെങ്കിലും ഇരിക്കുന്നുണ്ടാ? ഖബറടക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പോകുന്നത് ആരാ? ഒരു ജനാസ ഖബറടക്കാൻ പോയി, ഏറ്റവും അവസാനം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പോകുന്ന ആളാരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഏറ്റവും അവസാനം പോകുന്ന ആളാരാ? മക്കളാണോ? അല്ലടോ, ഖബർ വെട്ടുന്നവൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും അവസാനം ഖബറിന്റെ ചാരത്ത് നിന്ന് പോകുന്ന ആളാരാ? ആ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ. മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഓന്റെ പണിയായുധം എടുക്കേണ്ടതുണ്ട്. എല്ലാവരും പോവാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം ആ ഖബർ മാത്രമാണ്. ആ ഖബറിനകത്ത് നീ ഒറ്റയ്ക്ക്, ഇരുട്ട്, വെളിച്ചമില്ല, ഏകാന്തനായി നീ പോയി കിടക്കണം ആ ഖബറിനകത്ത്. ആ ഖബറിനകത്ത് നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് എല്ലാവരും പോകുമെങ്കിൽ പിന്നെന്തിനാ ഇവരുടെ കൂടെ കൂടുന്നേ? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സഹായിക്കണമല്ലോ, കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായിക്കണമല്ലോ. നമ്മളൊന്ന് വീഴുമ്പോൾ നമ്മുടെ കൈപിടിക്കുന്നവനല്ലേ നല്ല കൂട്ടുകാരൻ. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഇവരെല്ലാവരും അവിടെ വരെ വരൂ. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ടും നിന്റെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാം. അവിടെ നിന്ന് അങ്ങോട്ടും ദുനിയാവില് മാത്രമല്ല, മരണത്തിന് ശേഷമുള്ള നിന്റെ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിലും നിന്റെ കൂടെ വരുന്ന ഒരു നല്ല കൂട്ടുകാരനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആരാണ് ആ കൂട്ടുകാരൻ എന്നറിയുമോ? നമ്മളെ പോലെ നടക്കുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, നന്മ ചെയ്യാത്തവരല്ല, കള്ള് കുടിക്കുന്നവരല്ല, പടച്ചവനെ വ്യഭിചരിക്കുന്നവരല്ല, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളെ സ്നേഹിക്ക ചെറുപ്പക്കാരാ, ആ മലക്കുകളെ സ്നേഹിക്കടാ പൊന്നുമോനെ. എന്റെ വഴുത് കേൾക്കാമെന്ന പെങ്ങള്, ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടതാരെയാണെന്നറിയുമോ? നമ്മൾ ആദ്യമായിട്ട് കണ്ടതാരെയെന്നറിയുമോ? ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഒരു മലക്ക് കടന്നു വരികയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന നമ്മുടെ ചാരത്ത് വന്നിട്ട് ആ മലക്കാണ് നമുക്ക് റൂഹൂതിയത്, ആ മലക്കാണ് നമ്മുടെ ആയുസ് എഴുതിയത്, ആ മലക്കാണ് നമ്മുടെ റിസ്ക് എഴുതിയത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ സിറാജ് കിടക്കുമ്പോ സിറാജിന്റെ ചാരത്ത് വന്നിട്ട് സിറാജ് തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ റിസ്ക് എഴുതിയിട്ടുണ്ട്, എന്റെ ആയുസ് എഴുതിയിട്ടുണ്ട്. ഞാൻ എവിടെ കിടന്ന് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് എന്റെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടത് മലക്കുകളെയാണ്, നിങ്ങളും കണ്ടത് മലക്കുകളെയാണ്. അത് കഴിഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നല്ലോ. പടച്ചവനെ, 37 കൊല്ലമായിട്ട് സിറാജിന്റെ 2 ചുമലിലും 2 മലക്കുകൾ കയറിയിരിക്കുകയാ. പടച്ചവനെ, ഒരു നിമിഷം പോലും അവരെന്നെ വിട്ട് പിരിയാറില്ല. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങാറില്ല. 37 കൊല്ലമായിട്ട് ഒരു നിമിഷം പോലും എന്നെ പിരിയാതെ എന്റെ കൂടെ നടക്കുന്ന 2 മലക്കുകള് അവരെന്റെ ചുമലിൽ കയറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമലിലിരിക്കുകയാണ്. നിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതാ മലക്കുകളാണ്. പടച്ചവനെ, ഇനി ഞാനും നിങ്ങളും മരിക്കുമ്പോ ഒരു നല്ല മനുഷ്യന്റെ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കരയുന്നത് മലക്കുകളാ, ആദ്യമായിട്ട് കരയുന്നത് മലക്കുകളാ. നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, അവര് വല്ലാതെ കരയുകയാണ്, അവര് സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, മലക്കുകളെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? അല്ലാ, ഞങ്ങളുടെ നല്ല
കൂട്ടുകാരൻ ഞങ്ങളോട് വിട പറഞ്ഞല്ലോ. ഞങ്ങളുടെ നല്ല സുഹൃത്തായിരുന്നു പടച്ചവന്, ഇവൻ ഞങ്ങളോട് വിട പറഞ്ഞല്ലോ. അല്ലാഹുവേ, സങ്കടം കൊണ്ട് കരയുകയാ. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, ഇവനെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നോ? ഇവനെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നോ? പടച്ചവനെ, നല്ല കൂട്ടുകാരനായിരുന്നു, ഞങ്ങൾക്ക് ഇവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ സമയത്ത് അല്ലാഹു പറയുകയാ, എങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. ഈ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യ്. ആർക്ക് വേണ്ടി? നിന്റെ കൂട്ടുകാരന് വേണ്ടി. പടച്ചവനെ, നമ്മൾ ഖബറിൽ കടന്നാലും നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് അതിന്റെ കൂലി അല്ലാഹു നമുക്ക് ഖബറിനകത്ത് തരുമെങ്കിൽ ആ ഖബറിനകത്തും അവര് നമ്മുടെ കൂടെ ഉണ്ടാകും. നാളെ പരലോകത്തും അവര് നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവിടാതെ അള്ളാന്റെ മലക്കുകളെ നമ്മളെ കൈവിടൂല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ മലക്കുകളെ ഫ്രണ്ട്സുകളാക്ക്, നിങ്ങൾ മലക്കുകളെ പരിചയപ്പെടൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, മലക്കുകളെ എങ്ങനെയാ കാണാൻ കഴിയുക? എങ്ങനെയാണ് അവരെ പരിചയപ്പെടാൻ കഴിയുക? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ വാഴ് കേൾക്കാമെന്നവരോട് പറയട്ടെ, നിങ്ങളിൽ ചിലരുണ്ടല്ലോ, ഈ വാഴ് കേൾക്കാമെന്നിരിക്കുന്ന നിങ്ങളിൽ ചിലർ അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാ, നിന്റെ പേരറിയാ, നിന്റെ ശബ്ദമറിയാ, നിന്റെ വീടറിയാ. അള്ളാന്റെ മലക്കുകൾക്ക് നിങ്ങളിൽ ചിലരെ പരിചയമുണ്ടോ? നിന്റെ പേരും നിന്റെ ശബ്ദവും നിന്റെ വീടും സർവ്വതും അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ചില വിഐപികൾ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ പേരറിയാം, നിങ്ങളുടെ വീടറിയാം, നിന്നെ അറിയാം, നിന്റെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയമുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നത്, നിത്യമായി ദുആ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം മലക്കുകൾക്കറിയാം. ഒരാൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയുമത്രേ, അല്ല, ഇന്ന ആള് ദുആ ചെയ്യുന്ന പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. ദുആഇന്റെ ശബ്ദം പോലും, നമ്മളുടെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയമുണ്ട്. അങ്ങനെയുള്ള വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഈ നാട്ടുകാർക്ക് നിന്നെ അറിയില്ലെങ്കിൽ നിന്റെ കുടുംബക്കാരന് പോലും നിന്നെ അറിയില്ല, നമ്മുടെ ബന്ധുക്കൾക്ക് പോലും നമ്മൾ അറിയില്ല. ഇതാരാന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴറിയണം, ആ നമ്മൾ കുടുംബക്കാരാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരെ, നിന്റെ പേരും നിന്റെ വീടും നിന്റെ ശബ്ദവും നിന്നെയും അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് പരിചയമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പം മലക്കുകൾക്ക് പരിചയമുള്ള ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കാം. അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് പരിചയമുള്ള, മലക്കുകൾ അറിയുന്ന ആ വിഭാഗത്തിൽ നമ്മളുണ്ടോ എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 11:15 ഇൻഷാ അല്ലാ. എത്ര മണിവരെ ഇരിക്കും? എത്ര മണിവരെ ഇരിക്കും? ഉറങ്ങണ്ടേ? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ വഴുത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നറിയോ 800 കിലോമീറ്റർ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? എൻ്റെ അടുത്ത് നിന്നപ്പോൾ ഈ ഉസ്താദ് എൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു ഇവിടെ നിന്ന് 50 കിലോമീറ്ററുണ്ടെന്ന്. ഞാൻ ആലോചിച്ച് പടച്ചവനെ ഇനിയും ഉണ്ടോ? ഏറ്റവും നല്ലത് ട്രെയിനിൽ വരല്ലേ. അള്ളാഹു വന്ന വഴി അത്രയും അള്ളാഹു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. അപ്പോൾ സുബഹി നിസ്കരിക്കണ്ടേ നാളെ? ഇടയത്താഴമെന്നല്ലേ പറയാ, ഭക്ഷണം കഴിക്കുന്നില്ല, അത്താഴം കഴിക്കണ്ടേ? ഈ പെണ്ണുങ്ങൾ വീട്ടിൽ പോയിട്ട് വേണം ഇനി വല്ലതും ഉണ്ടാക്കാൻ. അപ്പൊ അൽഹംദുലില്ലാ ഭക്ഷണം കഴിക്കണം, നാളെ സുബഹി നിസ്കരിക്കണം, നാളെ പകല് നോമ്പും പിടിക്കണം. അതിനെന്തുണ്ടാകണം? ആരോഗ്യം ഉണ്ടാകണം. അതുകൊണ്ട് അൽഹംദുലില്ലാ നേരത്തെ കാലത്ത് പോയി കിടന്ന് ഉറങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ഒരു 12:15 മുമ്പ് ഞാൻ നിർത്തിയേക്കും. ഞാൻ ഇവിടുന്ന് 12:30 വിട്ടാലേ എനിക്ക് നാളെ പുത്തൂറാവാഴത്. ഇവിടുന്ന് എന്തായാലും ഒരു 3-4 മണിക്കൂർ യാത്രയില്ലേ. അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഇടയത്താഴം കഴിക്കാൻ സമയമാകും, ഷാദലി സുബഹി നിസ്കരിക്കാൻ സമയമാകും. അപ്പോൾ ഇന്ന് രാത്രി ഉറക്കം പോയി. അപ്പോൾ അതുകൊണ്ട് ഈ കഷ്ടപ്പാടിന് പകരം അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നിങ്ങൾ 5 പേര് ഇരിക്കുന്നില്ലേ? ഇരിക്കുക അക്കാമാരെ,
കയറിയിരുന്നു. ആ പാവങ്ങൾക്ക് കസേരയിട്ട് വിടുറോ, അവര് വാല് കേൾക്കാൻ വന്നവരല്ലേ, ഏതായാലും അൽഹംദുലില്ലാ കൊടുത്തു. എല്ലാവരും കയറിയിരിക്കും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗമാരാ? അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ വിഭാഗമാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ പ്രവാചകനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ വന്നിരിക്കുന്നത് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ്. അങ്ങനെ നബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനായ സഹാബി, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി നബിതങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ നടന്നു വരികയാണ്. അബൂദർ ചിന്തിച്ചു, അല്ലാ നബിതങ്ങളോട് സലാം പറയണ്ട, കാരണം എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തോ വലിയ ഒരു വിഷയം രണ്ടുപേരും സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സലാം പറഞ്ഞാൽ അത് അവർക്ക് പ്രയാസമായാലോ, അതുകൊണ്ട് സലാം പറയണ്ട എന്ന് കരുതിയിട്ട് ഈ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഇങ്ങനെ മിണ്ടാതെ നടന്നു പോവുകയാണ്. ആ സ്വഹാബി വഴിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ. സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. ആരാണ് പറഞ്ഞതെന്നറിയുമോ? അതാ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ, നബിതങ്ങൾക്ക് അത്ഭുതമാവുകയാ. പടച്ചവനെ, കാരണം അബൂദറിനെ മദീനക്കാർക്ക് പോലും അറിയില്ല. അബൂദറിനെ മദീനക്കാർക്ക് പോലും അറിയില്ല. ആ സമയത്താണ് ജിബ്രീൽ ചോദിക്കുന്നത്, അത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, നിനക്കെങ്ങനെ അറിയാം എന്റെ അബൂദറിനെ? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? എങ്ങനെയാണ് പരിചയമുള്ളത്? എങ്ങനെയാണ് അബൂദറിനെ പരിചയമുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അശ്റു ഫിൽ അർളി. ദുനിയാവിലെ ജനങ്ങൾക്ക്, ഇവിടത്തെ ജനങ്ങൾക്ക് ഈ അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏതും മലക്കിനോട് ചോദിച്ചാൽ ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. ഏഴാകാശത്തിലുള്ള എല്ലാ മലക്കുകൾക്കും പരിചയമുള്ള സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അബൂദറിനെ അറിയും. മലക്കുകളുടെ ലോകത്തിലെ VIP ആണ് അബൂദർ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, എങ്ങനെയാണ് ജിബ്രീൽ എന്റെ അബൂദറിനെ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? യാ റസൂലല്ലാഹ്, അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. മലക്കുകൾക്ക് ഇഷ്ടപ്പെടുന്ന, മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അബൂദറിന് നല്ല ഒരു സ്വഭാവമുണ്ട്. ഈ വഅദ് കേൾക്കാൻ വന്നവരോട് പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ഈ സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? ഈ സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? ഈ പറയുന്ന ഒരു നല്ല സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ? അവരെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക്
മലക്കുകൾക്ക് പരിചയമാ. അവരെ അള്ളാന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, അബൂദറിനുണ്ടായിരുന്ന സ്വഭാവം എന്താ? യാ റസൂലല്ലാഹ്, അബൂദർ ഒരു പരിത്യാഗിയായ സഹാബിയാണ് നബിയേ. അബൂദർ ആരാണെന്നറിയുവോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ അബൂദറിന് ദുനിയാവിനോട് വെറുപ്പായിരുന്നു. ദുനിയാവിനോട് വെറുപ്പായിരുന്നു. ആഖിറത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അബൂദറിന് സമ്പത്ത് വേണ്ട, അധികാരം വേണ്ട, കൊട്ടാരങ്ങൾ വേണ്ട, സുഖജീവിതം വേണ്ട, ആസ്വദിച്ച് നടക്കാൻ ആഗ്രഹമില്ല. അബൂദറിനൊരു ചിന്തയേ ഉള്ളൂ, ആഖിറം, ആഖിറം, ആഖിറം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാ നമ്മള് നേരെ തിരിച്ചാണ്. നമ്മൾക്ക് മരണം പറയുന്നത് ഇഷ്ടമല്ല, ഖബർ പറയുന്നത് ഇഷ്ടമല്ല, മഹ്ശർ പറയുന്നത് ഇഷ്ടമല്ല, നരകം പറയുന്നത് ഇഷ്ടമല്ല. ഉസ്താദേ, ഇതല്ലാതെ വേറെ ഒരു വിഷയവുമില്ലേ? എപ്പോ നോക്കിയാലും മരണവും ഖബറും നരകവും മഹ്ശറയും സിറാത്തും, ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? പടച്ചവനെ, നമുക്കത് ഇഷ്ടമല്ലടോ. നമുക്കും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിക്ക് ദുനിയാവ് വേണ്ട, ആഖിറത്തോട് വല്ലാത്ത സ്നേഹം. അധികാരം വേണ്ട, പണം വേണ്ട, കൊട്ടാരം വേണ്ട, അടിച്ചുപൊളി ജീവിതം വേണ്ട. അബൂദറിനതൊന്നും വേണ്ടായിരുന്നു. അബൂദറിന് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് വേണ്ടത്. ആഖിറത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ അബൂദറിനെ സ്നേഹിച്ചതെന്ന് നബിതങ്ങളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അബൂദർ അങ്ങനെയായിരുന്നടോ. അബൂദറിന്റെ ജീവിതം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തിറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ കൂട്ടിവെക്കരുത്. പടച്ചവനെ, അതിനുശേഷം അബൂബദർ ഒന്നും കൂട്ടിവെക്കാറില്ല. കയ്യിൽ എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുകയാ, അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ. ഒന്നും കൂട്ടിവെക്കാറില്ല. കൂട്ടിവെക്കുന്നവരെ ഇഷ്ടവുമല്ല, കൂട്ടിവെക്കുന്നവരെ ഇഷ്ടവുമല്ല. അബൂദർ റളിയല്ലാഹു തആല ആരെങ്കിലും സമ്പത്ത് കൂട്ടിവെച്ചിരിക്കുന്നു എന്നറിഞ്ഞ അവരുടെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് വാഴ പറയുമായിരുന്നു. അവരുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് പ്രസംഗിക്കുമായിരുന്നു. അബൂദർ അങ്ങനെയാണ്. എന്ത് കയ്യിൽ കിട്ടിയാലും വൈകുന്നേരമാകുമ്പോ എല്ലാ പാപങ്ങൾക്ക് കൊടുക്കുന്ന സ്വഹാബിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളെ കുറിച്ച് ചിന്തിക്കടോ. നമുക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, ജീവിക്കാൻ വല്ലാത്ത മോഹമാണ്. എല്ലാവർക്കും വേണ്ടത് പണമാണോ? എല്ലാവർക്കും വേണ്ടത് പണമാണ്. പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, എല്ലാവർക്കും പണമാണ് വേണ്ടത്. ഏത് വഴിയിലൂടെയാണെങ്കിലും പണമുണ്ടാക്കണമല്ലോ. അവിടെ ഹലാലോ ഹറാമോ ഒരു ചിന്തയുമില്ല. എങ്ങനെയും നമുക്ക് പണമുണ്ടാക്കണം. ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രായമുള്ളവർ നബിതങ്ങൾ പറഞ്ഞു, ആദമിന്റെ മക്കൾക്ക് പ്രായമാകും തോറും രണ്ട് കാര്യങ്ങളോട് ആഗ്രഹം കൂടും. പ്രായമാകുന്നതിനനുസരിച്ചിട്ട് ആദമിന്റെ മക്കൾക്ക് രണ്ട് കാര്യങ്ങളോട് ആഗ്രഹം കൂടും. ഒന്ന്, നബിതങ്ങൾ പറഞ്ഞു, അൽ ഹെറുസുൽ മാൽ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്ന് സമ്പത്തിനോടുള്ള ആർത്തി. സമ്പത്തിനോടുള്ള ആർത്തി. നിങ്ങൾ നോക്കിക്കേ, ഈ പ്രായമുള്ള വാപ്പ ഇപ്പോഴും അലമാരിയുടെ താക്കോല് അരയിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കുകയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അലമാരിയുടെ താക്കോൽ എവിടെ? ഇപ്പോഴും വാപ്പ അരയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഈ വാപ്പായിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ പറ്റും? ഒരു മട്ടൻ മന്തി ഇല്ല എവിടെയൊക്കെ? ഈ പ്രായമുള്ള വാപ്പായ്ക്ക് ഒരു മട്ടൻ മന്തി മേടിച്ചു കൊടുത്താൽ തിന്നാൻ പറ്റുമോ? പറ, തിന്നാൻ പറ്റുമോ? എനിക്ക് പറ്റൂല. പാപ്പ ഒരു ഷെയ്ക്ക് വാങ്ങട്ടെ, ഒരു ജ്യൂസ് ഒന്നും വേണ്ട, ഉള്ളി ചപ്പാത്തി, ഉള്ളി ചോറ്. പ്രായമുള്ള വാപ്പയ്ക്ക് തിന്നാൻ പറ്റുന്നില്ല. എന്നാ വാപ്പ ഒന്ന് മൈസൂർ ഊട്ടിയൊക്കെ പോകാം. എനിക്ക് വയ്യ പടച്ചവനെ, അതിന് പറ്റുന്നില്ല. വാപ്പ AC റൂമിനകത്ത് തണുപ്പ് പറ്റൂല. ഈ മനുഷ്യന് പൈസ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എന്നാലും താക്കോൽ എവിടെയാ? അരയില്. ആർക്കെങ്കിലും കൊടുക്കുവോ? സ്വന്തം മക്കള് പട്ടിണി കിടന്നാൽ പോലും കൊടുക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അപ്പൊ പ്രായമുള്ള മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി ഇങ്ങനെ കൂടും. ഇത് പ്രായമുള്ളവരുടെ പോട്ടെ, കുട്ടികളുടെ കാര്യം ചിന്തിക്ക്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയും, വാപ്പ മുട്ടായി വാങ്ങിച്ചതാ, വാപ്പ എനിക്ക് മുട്ടായി വാങ്ങിച്ചതാ. ഈ കാണുന്ന കാട്ടക്കളിപ്പാട്ടം JCB ഇത് മേടിച്ച വാപ്പാടത്ത് അങ്ങനെയല്ലേ പറയാ, പണ്ടങ്ങനല്ലേ പറയാ. നമ്മൾ പണ്ട് തന്നിട്ട് വാപ്പാനോട് പറയും മുട്ടായി വാങ്ങിത്തരണം, കളിപ്പാട്ടം വാങ്ങിത്തരണം, എനിക്ക് അത് വേണം ഇത് വേണം, നമ്മൾ പോയി പറയും. ഇന്നത്തെ മക്കൾ വന്നിട്ട് മുട്ടായി വാങ്ങിത്തരണം എന്നല്ല പറയുന്നത്, വാപ്പ പൈസ താന്നാ ചോദിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത് എന്താ? പൈസ. ഈ മക്കൾക്കും വേണ്ടത് പൈസ. കാരണം ഇവര് വിചാരിക്കുന്നത് വാപ്പ ATM ആണെന്നാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ വാപ്പയെ കാണുന്നത് വീട്ടിലെ ATM, ചോദിക്കുമ്പോ ഇങ്ങനെ തരണം. അവർക്കും വേണ്ടത് പണമാ. എന്തുകൊണ്ട്? ഈ മക്കൾക്ക് ഈ പണത്തിനോടുള്ള ആർത്തി എവിടുന്ന് വന്നു? ഈ മക്കൾക്ക് സമ്പത്തിനോടുള്ള ആർത്തി എവിടുന്ന് വന്നു? ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർ, ഇന്നത്തെ പെണ്ണുങ്ങൾ, ഉമ്മമാർ ഈ മക്കളോട് പറയുന്നത് എന്തേ? നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നീ ആയിരിക്കണം 1ാം റാങ്ക് വാങ്ങേണ്ടത്, നല്ലതുപോലെ പഠിച്ച് നല്ല ജോലി ഉണ്ടാകണം, നല്ല പൈസ ഉണ്ടാക്കണം, എങ്കിലേ നല്ല പെണ്ണ് കിട്ടൂ. എടാ, നിനക്ക് ഉമ്മ പറഞ്ഞു കൊടുക്ക ചെറിയ മക്കളോട്, ഈ 10ഉം 12ഉം വയസ്സുള്ള മക്കളോട് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നു, മോനെ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു വിഷം കുത്തിവെച്ച് ഇപ്പം മക്കള് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനും കഞ്ചാവ് കച്ചവടം നടത്തുകയാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? ഈ ഉമ്മമാർ, എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഈ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, എല്ലാവർക്കും വേണ്ടത് പണമാണ്. അതിനുവേണ്ടി കൊലപാതകം നടത്തുന്നല്ലോ, കഞ്ചാവ് കച്ചവടം നടത്തുന്നല്ലോ, കൊട്ടേഷൻ പണിക്ക് പോകുന്നല്ലോ, ഏത് വൃത്തികേടുകളും ചെയ്യാൻ തയ്യാറാകുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വലിച്ചെറിയടോ. ദുനിയാവ് വേണ്ട, ആഖിറമാണ് വേണ്ടത്. ഈ ദുനിയാവ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ വരും ചെറുപ്പക്കാരാ. ഒരു വാപ്പയാരാകണമെന്നറിയോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ പോലെയാകണം വാപ്പ, അബൂദറിനെ പോലെയാകണം വാപ്പ. കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്താ പോരാ. പഠിച്ചവനെ, പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? പണ്ടത്തെ ഉമ്മമാരും ഇന്നത്തെ ഉമ്മമാരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മൾ പണ്ടിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ, ആ താഴെ വീണ ഭക്ഷണം ഉമ്മയെടുത്ത് പാത്രത്തിലിടും. ആ താഴെ വീണ ചോറെടുത്ത് പാത്രത്തിലിട്ടിട്ട് ഉമ്മ പറഞ്ഞു തരും, മക്കളെ ഇത് കളയരുത്, ഇത് വാപ്പ രക്തം വിയർപ്പാക്കിയിട്ടുണ്ടാക്കിയതാ, ഇത് എങ്ങനെ സമ്പാദിച്ചു എന്ന് ഉമ്മ പറഞ്ഞു തരുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ ഒരു പാത്രം ചോറെടുത്ത് വെളിയിൽ കളഞ്ഞാലും എന്തെങ്കിലും പറയുമോ? ഇല്ല. അവർക്കറിയില്ല ഇതെങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെന്ന് അവർക്കറിയില്ല. ഞാൻ പറയുന്നത് അറിയിക്കണം. നിന്റെ ജോലി എന്താണെന്ന് നിന്റെ മക്കൾ അറിയണം, നിന്റെ കൂലി എന്താണെന്ന് നിന്റെ മക്കൾ അറിയണം. അല്ലാതെ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുത്ത് പഠിപ്പിക്കുന്നത് നല്ലതല്ല ഉപ്പമാരെ. അതുകൊണ്ട് വാപ്പയാരാണെന്ന് പഠിക്ക്. ഒരു വാപ്പയാരാകണമെന്നറിയുമോ? നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക്. ഇന്ന് മക്കൾ ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ തൂങ്ങുന്ന കാലമാ. മൊബൈൽ വേണമെന്ന് പറഞ്ഞാ കൊടുക്കണം, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ, ടൂറ് പോകണമെന്ന് പറഞ്ഞാൽ മക്കൾ ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പടച്ചവനെ ആത്മഹത്യ ചെയ്യുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ
കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും വാപ്പയാരാണെന്ന്. ഒരു വാപ്പയാരാകണമെന്നറിയുമോ? ഈ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അതാ ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് പ്രസംഗിക്കുകയാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഇതെല്ലാം തീയായി നിങ്ങളുടെ കഴുത്തിൽ തൂക്കുമെന്ന് പ്രസംഗിക്കുകയാ. അബൂദറിനെ കുറിച്ച് സ്വഹാബികളെ നബി തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. പറ്റുന്നില്ല നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാണ്. എന്തിനാ അബൂദർ നീ ഇവരുടെ വീടിന്റെ മുറ്റത്ത് ചെന്ന് വഅദ് പറയുന്നത്? യാ റസൂലല്ലാഹ്, കൂട്ടിവെക്കരുതെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. നാളത്തേക്ക് കൂട്ടിവെക്കാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നബിതങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞില്ല. അബൂദറിനെ വെറുതെ വിടുകയാണ്. നബിതങ്ങൾ വഫാത്തായി. ഉമർ തങ്ങളുടെ അബൂബക്കർ തങ്ങളുടെ കാലം കടന്നു വന്നു. അബൂദർ പ്രസംഗത്തിന് ഒരു കുറവുമില്ല, അതുപോലെ വഅദ് പറയുകയാ. അബൂദറിനെ കുറിച്ച് അബൂബക്കർ തങ്ങളോട് പരാതി പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിതങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ, അതുകൊണ്ട് അബൂബക്കർ തങ്ങൾ മിണ്ടിയില്ല. അബൂബക്കർ തങ്ങൾ വഫാത്തായി. ഉമർ തങ്ങൾ വന്നു. അപ്പോഴും അബൂദർ ഇതുപോലെ തന്നെയാണ്. ഉമർ തങ്ങളും ഒന്നും മിണ്ടിയില്ല. അവസാനം ഉസ്മാൻ തങ്ങൾ വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോ അബൂദറിനെ കുറിച്ച് ഒരുപാട് പരാതിയായി. അവസാനം സഹികെട്ടിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തുകയാ. പടച്ചവരെ, അങ്ങനെ ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ 3 പെൺമക്കളുമായിട്ട് കടന്നു പോവുകയാണ്. തന്റെ കുടുംബവുമായിട്ട് കടന്നു ചെന്നു. ഒറ്റയ്ക്കൊരു കുടില് കെട്ടിയിട്ട് ജീവിക്കുകയാ. അവസാനം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമെടുത്തു. അബൂദറിന്റെ മരണമെടുത്തു. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെയും മക്കളെയും വിളിക്കുകയാണ്. ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മക്കളെ, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. വാപ്പയെ നിങ്ങൾ വെറുക്കരുത്. വാപ്പയോട് നിങ്ങൾ ദേഷ്യം വെക്കരുത്. മക്കളെ, വാപ്പയുടെ മരണം അടുത്തിരിക്കുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം എന്തെന്നറിയോ? വാപ്പ മരിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. പടച്ചവനെ, വേറെ ആരുമില്ലല്ലോ, ഇവരൊറ്റയ്ക്കല്ലേ ജീവിക്കുന്നത്. ആ സമയത്ത് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയിട്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടുപോയി എന്റെ ജനാസ നിങ്ങൾ വെക്കണേ. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് എന്റെ ജനാസ കൊണ്ടുപോയി നിങ്ങൾ വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണിയില് എന്റെ കഫം പൊതിഞ്ഞ് കബറടക്കാ പറഞ്ഞാ മതി മക്കള്. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. അതുപോലെ തന്നെ പടച്ചവനെ, അബൂദർ തങ്ങൾ വഫാത്തായി. ലോകത്തോട് വിട പറഞ്ഞു. മക്കൾ ഉപ്പാന്റെ ജനാസ എടുത്തിട്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. മക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ 30ഓളം വരുന്ന ഒരു സംഘം വരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഹജ്ജ് ഉംറ ചെയ്തിട്ട് 30ഓളം വരുന്ന ഒരു സംഘം വരികയാണ്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ നേതൃത്വത്തിലാണെന്ന് പറയുന്നു. 30ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞു വരുമ്പോ ഈ 3 പെൺകുട്ടികൾ എന്ത് ചെയ്തെന്നറിയോ? വാപ്പാടെ ജനാസ വഴിയോരത്ത് വെച്ചിട്ട് മാറി നിന്നിട്ട് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണിയില് ഞങ്ങളുടെ വാപ്പാടെ ജനാസയൊന്ന് പൊതിഞ്ഞു കബറടക്കണേ. അവിടെന്ന് വിളിച്ചു പറയുമ്പോ അവിടെന്ന് ചിന്തിക്കുന്നു, ആരാ
അല്ലാ. ഇങ്ങനെ അവസ്ഥ വന്ന ഒരു സ്വഹാബി ആരാ അല്ലാ? മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുവോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാണ് സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞത്, സദഖ റസൂലുള്ളാഹ്, ഈ അബൂദറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്. അല്ലാഹുവേ, അബൂദർ ഒറ്റയ്ക്ക് അതാ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിലേക്ക് പുറകിൽ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അബൂദർ ഒറ്റയ്ക്കാ. പടച്ചവനെ, മരിക്കുന്നതും ഒറ്റയ്ക്കാണ്, ഖബറടക്കുന്നതും ഒറ്റയ്ക്കാണ്, പരലോകത്ത് എഴുന്നേറ്റ് വരുന്നതും ഒറ്റയ്ക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അബൂദർ ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തെ ഇഷ്ടപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സ്നേഹിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദുനിയാവ് വേണ്ടടോ, ദുനിയാവിനെ വലിച്ചെറിയടോ. എന്തിനാ പണമെന്തിനാ, പണമെന്തിനാ? അല്ലാഹു നിനക്ക് പണം തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പണമെന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാ. പണം നിനക്ക് റബ്ബ് വാരിക്കോരി തന്നത് നിന്റെ തഴമ്പ് കണ്ടിട്ടല്ല, താടിയുടെ നീളം കണ്ടിട്ടല്ല, അള്ളാന് നിന്നോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹമുള്ളത് കൊണ്ടല്ല. മോനെ, പണമെന്ന് പറഞ്ഞാൽ അത് പരീക്ഷണ വസ്തുവാ. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സമ്പത്തിനോടുള്ള ആർത്തികളെയോ, അധികാരങ്ങളോടുള്ള ആർത്തികളെയോ, കൊട്ടാരങ്ങളോടുള്ള മോഹങ്ങളെയോ, ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തെ സ്നേഹിക്ക്. വീടും പറമ്പും ദുനിയാവും സർവ്വതും പോകട്ടെ. എന്തിനാ ഇഷ്ടപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും പേടിയില്ല. ഉസ്താദെ, NRC ഒക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്ന നമ്മുടെ ബേജാറ്. നമ്മളിൽ പലരുടെയും ബേജാർ, ഉസ്താദെ NRC ഒക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു? പോണ്ട വന്നാ പോണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ ചങ്ങായിമാരെ പേടിക്കണേ? ഞാൻ ചോദിക്കുന്നത് എന്തിനാ? ഇതൊക്കെ അങ്ങ് കള. എന്തിനാ പണം 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 പണം? എടോ, ദുനിയാവിനെ വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ് നോക്കിക്കേ. ഒരു ചരിത്രം പറയുന്നു, ഒരു ശിഷ്യൻ ഉസ്താദിനെ കാണാൻ വന്നു. ഉസ്താദിന് പൈസയൊക്കെ ആയപ്പോ ഗുരുനാഥനെ കാണുന്നതിന് വേണ്ടി ഒരു ശിഷ്യൻ വന്നു. ഉസ്താദിന്റെ അടുക്കൽ വന്നു. വലിയ സമ്പന്നനായപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ വന്നു സംസാരിച്ചു. ഒരു സ്വർണ്ണ നാണയം കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു സന്തോഷത്തിന്. ഗൾഫിലൊക്കെ പോയി കാശൊക്കെ ആയി അവസാനം 3-4 ബോട്ടിന്റെ ഉടമയൊക്കെ ആയപ്പോ പഠിപ്പിച്ച ഉസ്താദിനെ ഓർമ്മ വന്നു. ഒരു ഹദിയ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതുപോലെ ഒരു സ്വർണ്ണ നാണയം കൊണ്ടുപോയി ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഇറങ്ങി പോകുന്ന വഴിയിൽ ഉസ്താദിന്റെ ഷൂ കണ്ടു. ഇറങ്ങി പോകുന്ന വഴിയിൽ ഉസ്താദിന്റെ ഷൂ ഇരിക്കുന്നത് കണ്ടു. ഈ കൊണ്ടുപോയ സ്വർണ്ണ നാണയം ഉസ്താദിന്റെ ഷൂവിനകത്തിട്ടിട്ട് പോയി. ഉസ്താദ് ഇറങ്ങി വരുമ്പോൾ, ശിഷ്യന്മാരുമായിട്ട് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ഷൂവിനകത്ത് കിടക്കുന്ന സ്വർണ്ണ നാണയം കണ്ടപ്പോൾ ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതാ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതാ. വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാൽ അത് ഇതുപോലെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാൽ നമ്മുടെ പുറകെ വരും. വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിയുന്ന സാധനം നമ്മളെ തേടി പുറകിൽ വരും. എന്നാൽ അത് തേടിപ്പോയാൽ അത് നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സമ്പത്തിനോട്, ദുനിയാവിനോടുള്ള ഈ ആഗ്രഹം അങ്ങ് കളയണം, ആർത്തി കളയണം. എന്തിനാ ആർത്തിയും, എന്തിനാണ് അത്യാഗ്രഹവും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദെ, കുറച്ചു ദിവസമായി കടലിൽ പോകുന്നു, മീനൊന്നും ഇല്ല എന്ന് കുറച്ച് പേര് പറഞ്ഞു. കടലിൽ പോയി മീൻ പിടിക്കുന്നവർ പറയുന്നത് മീനൊന്നുമില്ല എന്ന്. ആരാ പറഞ്ഞ കടലിൽ മീനില്ലെന്ന്? കടലിൽ മീനുണ്ടോ? പറയടോ, മീനുണ്ടോ? കടലിൽ മീനുണ്ടോ? നിങ്ങൾ പറ, മീനുണ്ടോ? പിന്നെന്തിനാ ഇല്ലെന്ന് പറഞ്ഞേ? നിനക്ക് കിട്ടാത്തതല്ലേ? കടലിൽ മീനില്ല എന്ന് ലോകത്താരെങ്കിലും പറയൂ? ഞാൻ കടലിൽ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ. എനിക്ക് മീൻ പിടിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. മീൻ പിടിക്കുന്നവർ നല്ല സ്നേഹമുള്ളവരാ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ.
ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ക്യാമറയൊക്കെ ഉണ്ടോ ഇല്ലേ? മീൻ പിടിക്കാൻ പോകുമ്പോ ക്യാമറ വരെയുണ്ട്. ഞാൻ ഒരു സ്ഥലം, ഞാൻ താനൂർ, ഞങ്ങൾ കേരളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോ എനിക്ക് മുമ്പിൽ പോയ വള്ളക്കാർ നോക്കിയിട്ട് മീനൊന്നുമില്ല. ഞങ്ങൾ തൊട്ടു പുറകിൽ ചെന്നപ്പോ അൽഹംദുലില്ലാ വലയിട്ടു, ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ. അപ്പൊ അത് ചിലർക്കല്ല കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കുന്നില്ല. ഇല്ല എന്ന് പറയരുത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ മീൻ വല വലിക്കുമ്പോൾ പാട്ടൊക്കെ ഇല്ല, എന്നാ രസമെന്നറിയല്ലേ? എന്താണ് അതിന്റെ അർത്ഥമെന്ന് ആർക്കും അറിയില്ല. ആ വല വലിക്കുന്ന സമയത്ത് എന്തൊരു ഒത്തൊരുമ, എന്തൊരു ട്യൂണിങ്ങിലാണ് പാടുന്നത്. എല്ലാ മഹാന്മാരുടെ പേരാ പറയുന്നത്. എന്താണെങ്കിലും അൽഹംദുലില്ലാ അള്ളാഹു അവരുടെ കാബല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ റജബും ഷഅബാനും. ദുആ ചെയ്തോ? ദുആ ചെയ്തോ? ആരാ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തേ? ബർക്കത്തെന്ന് പറഞ്ഞ എന്താണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മളിൽ പലർക്കും അറിയില്ല ബർക്കത്ത്. ബർക്കത്തെന്ന് പറഞ്ഞ 2 നില വീട് കിട്ടലല്ല, ഏക്കർ കണക്കിന് ജാഗ കിട്ടലല്ല, ഇങ്ങനെ കെട്ടുകണക്കിന് നോട്ട് കിട്ടലല്ല ബർക്കത്ത്. ബർക്കത്തെന്ന് പറഞ്ഞാൽ എന്താ? ബർക്കത്തെന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹന്തക്കിൽ കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും പട്ടിണിയാ, എല്ലാരും പട്ടിണിയിലാണ്. സഹാബത്ത് മുഴുവനും വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബികൾ നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് കമീസ് പൊക്കി കാണിച്ചു. കണ്ടോ നബിയെ, വയറ്റത്ത് കല്ല് കെട്ടിയിരിക്കുക. ഞങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാ നിൽക്കണേ, അത്രയ്ക്കും പട്ടിണി. സങ്കടം പറയാ നബിതങ്ങളോട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇവരോട് എന്തു പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ ഒന്നും അറിയില്ല. എന്ത് പറയാനാ? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നവരോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ കമീസ് അങ്ങോട്ട് പൊക്കി കാണിച്ചു. 2 കല്ല് നബിതങ്ങളുടെ വയറ്റിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? മാറുവോ? നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിൽ ഒരാൾക്കും അറിയില്ല വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ. എന്നാൽ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങളുടെ വാപ്പായിക്ക് ഈ അരയിൽ കെട്ടുന്ന ഒരു ബെൽറ്റ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? സ്വർണം സൂക്ഷിക്കാനുള്ളതായിരുന്നു അത്? അല്ല. വാപ്പ എത്ര ക്ഷീണിച്ചിരുന്നാലും ആ ബെൽറ്റ് അരയിൽ കെട്ടിയ വാപ്പ നേരെ നിൽക്കൂലേ? നിൽക്കൂലേ? അതങ്ങനെ, അതിനൊരു വല്ലാത്ത പവർ ഉണ്ടായിരുന്നു. അപ്പൊ കല്ല് വെച്ച് കെട്ടിയാലും വിശപ്പ് മാറും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ നബിതങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് കരയാൻ തുടങ്ങിയ സഹാബികള്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞോണ്ട് വീട്ടിൽ പോയി. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ഈ പെണ്ണെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയറ്റത്ത് കല്ലും വെച്ചിട്ട് കെട്ടിയിട്ട് നിൽക്കണ, വിശപ്പ് സഹിക്കാൻ പറ്റണോ? വല്ലതും തിന്നാണ്ടോ? ഒരിത്തിരി ഇറച്ചിയുമുണ്ട്, ഇത്തിരി മാവുമുണ്ട്, ചപ്പാത്തിയുടെ. എന്നാ നീ റെഡിയാക്ക്, ഞാൻ പോയി നബിതങ്ങളെ വിളിച്ചു കൊണ്ടുവരാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു തആല ചെല്ലുമ്പോ സഹാബികൾ എല്ലാരും നിൽക്കുന്നുണ്ട്. പതുക്കെ നബിതങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിൽ ഇത്തിരി ഇറച്ചിയും ഇത്തിരി മാവും ഉണ്ട്, വാ നബിയെ പോയി കഴിക്കാം. പതുക്കെയാ പറഞ്ഞ, കാരണം വേറെ ആരും കേൾക്കണ്ട. അപ്പൊ നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് ഉസ്താദ് ഇമാമുണ്ട്, ഖത്തീബുണ്ട്, അസിസ്റ്റന്റ് ഇമാമുണ്ട്, മുദരിസ് ഉസ്താദന്മാരുണ്ട്, മുഅദ്ദിനുണ്ട്. ഖത്തീബിനെ മാത്രം വിളിക്കുക, നിങ്ങൾ വരാൻ വീട്ടിലോട്ട് എന്ന് വിളിക്കണ പോലെ. സഹാബി തന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇത്തിരി ഇറച്ചിയുണ്ട്, ഇത്തിരി മാവുണ്ട്, വാ നബിയെ പോയി ഭക്ഷണം കഴിക്കാം. ഉണ്ടോ? ഉണ്ട് നബിയെ. നബിതങ്ങൾ ഒരൊറ്റ വിളി, സഹാബാ എല്ലാരും വാ, ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ട്, എല്ലാരും വരാൻ. ജാബിർ തങ്ങൾ പറഞ്ഞു, നബിയെ 3 പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ, 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്ത് ചെയ്തിട്ട്? കറി അവിടെ ഇരിക്കുന്ന അടുപ്പിൽ അവിടെ വെച്ചേരെ, തുടരുത്, മാവും തുടരുത്, അവിടെ വെച്ചേക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ മുഴുവനും വിളിച്ചു. എല്ലാവരും കൂടെ പോയി നബിതങ്ങൾ കൈകൊണ്ട് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങി, ഇറച്ചിക്കറി കോരി കൊടുക്കാൻ തുടങ്ങി. 10 പേര് വന്നിരിക്കും, കഴിക്കും, എഴുന്നേറ്റ് പോകും. അടുത്ത 10 പേര് വരും. 80ഓളം വരുന്ന സ്വഹാബത്ത് വയറ് നിറച്ചു കഴിച്ചു. പിന്നെയും ബാക്കി വന്നു. ഇതിനാണ് ബർക്കത്തെന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബർക്കത്തെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കടലിൽ പോകുന്നുണ്ട് മീൻ പിടിക്കാൻ. ഒരു മാസത്തിൽ 10 ദിവസം മീൻ കിട്ടും. ബാക്കിയുള്ള 20 ദിവസവും എണ്ണയടിച്ച കാശ് പോലും ഇല്ല, വെറും കൈയോടെ തിരിച്ചു വരിക. ഇതിനാണോ ബർക്കത്തെന്ന് പറയുന്നത്?
അല്ല. എന്നാൽ എല്ലാ ദിവസവും അൽഹംദുലില്ലാ കടമില്ലാതെ രക്ഷപ്പെട്ടു പോകാൻ എല്ലാ ദിവസവും കിട്ടുന്നു. ഇതാണ് ബറക്കത്ത്. അല്ലാഹ് നൽകിയ നിഅമത്തുകൾ മരിക്കുവോളം നിലനിന്ന് കിട്ടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിലനിന്ന് കിട്ടണം. അത് ചെറുതാണെങ്കിലും ഈ കയ്യ് സിറാജിന്റെ കൈ കൊണ്ട് മരിക്കുന്ന ദിവസം വരെ ഇത് പൊക്കാനും താഴ്ത്താനും പറ്റുമെങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയണം, ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയണം, ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയണം, ഈ കാലുകൊണ്ട് നടക്കാൻ പറ്റണം, എങ്കിലേ പ്രയോജനമുള്ളൂ. അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിലനിന്ന് കിട്ടണോ? നിലനിന്ന് കിട്ടും. വഅദ് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം, കേൾക്കാൻ വന്നവർക്ക് എന്താ കൊടുക്കണ? കാപ്പിയാ? സർബത്ത്, വെള്ളം, പായസം. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാരെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. കുടിച്ചു. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ നിഅമത്തുകൾ മരിക്കുന്ന കാലം വരെ നിലനിൽക്കണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിധങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, മുസ്ലിമേ, ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദിക്ർ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് മരിക്കുവോളം നിലനിർത്തി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ നിങ്ങൾ ആരെങ്കിലും എല്ലാ ദിവസവും പറഞ്ഞാൽ നിന്റെ വീടും നിന്റെ കാറും നിന്റെ പണവും നിന്റെ കച്ചവടവും നിന്റെ ആരോഗ്യവും അല്ലാഹു നൽകിയതൊക്കെ മരിക്കുവോളം നിലനിന്ന് കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടയോ? വേണം. അൽഹംദുലില്ലാ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റില്ലേ? ഇല്ലേ? ബക്കറ്റില്ലേ? പഠിച്ചവൻ ഇൻഷാ അല്ലാഹ് എല്ലാരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ. പോക്കറ്റ് കൈവേ. പൈസ എടുക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല, വെക്കാനാ പറഞ്ഞേ. അല്ലാഹുവേ, ആരൊക്കെ കൈവച്ചോ അവരുടെ പോക്കറ്റ് നീ കാലിയാക്കല്ലേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാരും പോക്കറ്റ് കൈവച്ചോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റും. നിങ്ങളുടെ ആരുടെയും 5 നയാ പൈസ അല്ലാഹ്ക്ക് വേണ്ട, അല്ലാഹുവിന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ നിനക്കാ നേട്ടം, നിനക്ക് തന്നെയാ പ്രയോജനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിപത്തുകളെ തട്ടിമാറ്റും സദഖ. മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. പുതിയ കണക്ക് പ്രകാരം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ രോഗം, അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നവർ, കരളിന് രോഗം പിടിച്ചവർ, അല്ലെങ്കിൽ ശരീരം തളർന്നു കിടക്കുന്നവർ, ഒരു കുടുംബത്തിലെ അവസ്ഥയാ ഞാൻ പറഞ്ഞേ. പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ചിലര് പറയുന്നു, ഉസ്താദേ എനിക്ക് രോഗമാ, എന്തു മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല. എന്നാൽ എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗം മാറാൻ ഒരു മരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചില അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. ഇപ്പൊ ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് മുമ്പിൽ വരുമ്പോ എല്ലാരും പൈസ കൊടുക്കുവോ? ചിലര് ഞാൻ കണ്ട പരിചയം പോലും കാണിക്കില്ല. എന്നാ നിങ്ങൾ ആലോചിക്ക്, ശരീരത്തിൽ ഒരു മുഴ വന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെന്ന് തോന്നുന്നു, ഒന്ന് ടെസ്റ്റിന് അയക്കാൻ പറയുമ്പോ നമ്മൾ പള്ളി വന്നിട്ട് ഉസ്താദിന്റെ കൈ പൈസ കൊടുത്തിട്ട് പറയും ദുആ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്തിട്ട് ചികിത്സിക്കും. നിന്റെ കിഡ്നിയും നിന്റെ കരളും നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ? അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.